ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പല്ല, ആക്ച്വലി എനിക്കൊരു എക്സാം ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. നാളെയാണ് എക്സാം. നമുക്ക് അവിടെ ഇന്ന് സ്റ്റേ ചെയ്തേ പറ്റുള്ളൂ, കാരണം രാവിലെ ഓടിയെത്താൻ പറ്റത്തില്ല. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ നമുക്ക് ട്രെയിന്. ഇത്തവണ നമ്മുടെ കൂടെ ട്രോഫി ഉണ്ട്, കാരണം ഓവർനൈറ്റ് അവിടെ നിൽക്കുന്നതുകൊണ്ടിട്ട് അവനെ കൂട്ടത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ടോൺ ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു. കോഴിക്കോടിനാണ് കേട്ടോ പോകുന്നത്. കോഴിക്കോടാണ് എനിക്ക് എക്സാം. രാവിലെ 10 മണിക്കാണ്. അപ്പോൾ രാവിലത്തെ ട്രെയിനൊക്കെ എങ്ങാനും ഡിലേ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുമല്ലോ. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇന്ന് തലേദിവസം തന്നെ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ രാവിലെ ഒരു കണ്ണൂർ ഇൻ്റർസിറ്റി ഉണ്ട്, അതിനകത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണത്തില്ല, കംഫർട്ടബിളായിട്ട് പോവാം. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇന്ന് അത് ചൂസ് ചെയ്തത്. വലിയ തിരക്കൊന്നുമില്ല, വർക്കിംഗ് ഡേയും കൂടി അല്ലായിരുന്നല്ലോ. ഒരു കാപ്പിയൊക്കെ വാങ്ങിച്ചിങ്ങനെ കുടിച്ചിരിക്കുമ്പോഴത്തേക്കും വണ്ടി എടുത്ത് കേട്ടോ. കിയാനാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങി വീഴും എന്നുള്ള അവസ്ഥയിലാണ്, എന്നാൽ ഒട്ടും ഉറങ്ങാൻ കൂട്ടാക്കൊന്നുമില്ല കേട്ടോ. ടോണിച്ചേട്ടൻ്റെ അടുത്ത് തന്നെയായിരുന്നേ. പിന്നെ ആലുവയൊക്കെ എത്തിയപ്പോഴുണ്ടല്ലോ, ഇത് കണ്ടോ മഞ്ഞങ്ങ് മൂടി നിൽക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ എയർപോർട്ടിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ മഞ്ഞ് വന്നിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഭംഗി മാത്രമല്ല, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. കിടുകിടാ വിറക്കുമായിരുന്നിരുന്ന്. പിന്നെ കിയാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് വിശപ്പൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അതായി കപ്പ് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. പക്ഷേ പുള്ളിക്ക് അതൊന്നും വേണ്ടിയിരുന്നില്ല, ചുമ്മാ അങ്ങ് വേഷം കെട്ടൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഒരു 6:45 ആയപ്പോഴത്തേക്കും ആശാൻ അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. അതെ, ആ ഉറക്കത്തിന് മുമ്പുള്ള സീനാണത്. ഈ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയായിരുന്നേ. ഇവൻ കയ്യിലിരിക്കുന്നതുകൊണ്ട് ടോണിച്ചേട്ടന് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. എൻ്റെ ഒരു കുഞ്ഞു ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോഴത്തേക്കും നമ്മളെ ചാലക്കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണെങ്കിൽ ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരാൻ വേണ്ടി പൊങ്ങി വരുന്നു, പക്ഷേ കാർമേഘങ്ങൾ വന്ന് അതങ്ങ് മൂടി പോകുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നേ. അപ്പോൾ കുറേ നാളായി ഒരു സൺറൈസ് ലൈവായിട്ട് കണ്ടിട്ട്. ഇന്ന് കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇരുന്നപ്പോഴുണ്ടല്ലോ സൂര്യൻ അങ്ങ് ഉദിക്കുന്നുമില്ല. ചെറിയല്ല, നല്ല വലിയ മഴക്കാരൊക്കെ ആയിരുന്നു കേട്ടോ. ആൻഡ് ഫൈനലി നമ്മുടെ സൂര്യൻ ചേട്ടൻ ഉദിച്ചുയർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ അതും കണ്ടിട്ട് പിന്നെ ഒരു ഉറക്കം അങ്ങ് ഉറങ്ങിയിട്ട് ഷൊർണൂർ എത്തിയപ്പോഴാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റത്. ഷൊർണൂർ ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. മിക്കവാറും കൃഷികളും കാര്യങ്ങളൊക്കെയാണ് അവിടെയൊക്കെ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ആശാനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സ്ഥലത്തൊക്കെ നല്ല മഴക്കാരും ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കാണ് നമുക്ക് ഭാരതപ്പുഴയൊക്കെ കാണാൻ പറ്റും. അവിടെയും മറ്റേ മണപ്പുറത്ത് ബലിയിടാനായിട്ടൊക്കെ ആളുകളുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ ഭാരതപ്പുഴയുടെ സ്ഥലമാണ് കേട്ടോ. നമ്മളിരുന്ന സൈഡിൽ ബലിയിടലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ നിറച്ചും ആളുകളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്നേരം ഫോൺ എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. കുറ്റിപ്പുറമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലൈമറ്റൊക്കെ അങ്ങ് മാറി കേട്ടോ. നല്ല വെയിലാവാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ കോഴിക്കോടേക്ക് കയറിയപ്പോഴത്തേക്കും നമ്മൾ ആക്ച്വലി പുഴുത്ത് ട്രെയിനിലിരുന്നു, അതുപോലത്തെ വെയിലായിരുന്നു കേട്ടോ. ഫൈനലി നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ടോൺചാൻ്റെ ഫ്രണ്ട് നമുക്ക് വണ്ടി കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകണമെങ്കിൽ വണ്ടി വേണ്ടേ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ വേറെ റീലാക്കിടാവേ. അത്രയുള്ളൂ. ടാറ്റാ.